ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 10ാം ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് കേൾക്കാൻ പോകുന്നത്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണേ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. എന്നാലല്ലേ മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് ദിവസവും കേൾക്കാൻ കഴിയൂ. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നാണുവിനെ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യുമെന്ന് പറഞ്ഞുമില്ല. പിന്നെ നീ എന്തിനാണ് വലിയ വായിലെ കരയുന്നത്? നിന്നെപ്പോലെ ഇത്രയും വിശ്വസ്തനായ ഒരു കാര്യസ്ഥനെ ശ്രീമംഗലം തറവാട്ടുകാർക്ക് കിട്ടാനില്ലായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ പിന്നെ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമോ? പക്ഷെ നീ ഞങ്ങളെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞങ്ങൾ തീരെ വിചാരിച്ചില്ല. അതാണ് ഞങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റ്. ആ വിരലുകളിലേക്ക് നോക്കി നിൽക്കാനുള്ള ഭയം കാരണം വശത്തെ ഗ്ലാസ്സിലേക്ക് നോക്കിയപ്പോൾ നേരത്തെ പുറത്തു നിന്നിരുന്ന ആ രൂപം അകത്ത് തൻ്റെ വളരെ അടുത്ത് തന്നെ ആയിട്ടുണ്ട്. ആ രൂപത്തിൻ്റെ മുഖത്തേക്ക് നാണു ഒന്ന് നോക്കി. തൻ്റെ പരമേശ്വരൻ തിരുമേനിയുടെ അതേ മുഖം. അത് കാണാനുള്ള ശക്തിയില്ലാതെ നാണു മുഖം കുനിച്ചു. എൻ്റെ സഹപാഠിയായി എൻ്റെ ഒപ്പം സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന നാണു തന്നെയാണല്ലോ നീ. നീ എന്തു തന്നെ ചെയ്താലും ഞങ്ങൾക്ക് അവിശ്വാസമില്ലായിരുന്നു. എന്നിട്ടും നീ തന്നെ ഞങ്ങളോടിത് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ക്ഷമിക്കാൻ കഴിയില്ല നാണു. എൻ്റെ സ്ഥാനത്ത് നീയാണെങ്കിലും ക്ഷമിക്കുമായിരുന്നു. ഇല്ല, സംശയം വേണ്ട. പക്ഷേ നിന്നെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നീ എന്തിനിത് ചെയ്തു എന്നെനിക്കറിയണം. നടന്ന യഥാർത്ഥ കാര്യം പറഞ്ഞാലെങ്കിലും ചിലപ്പോൾ തനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നാണുവിന് അപ്പോൾ തോന്നി. കുടിച്ച മദ്യത്തിൻ്റെ മുഴുവൻ തരിപ്പും എവിടെയോ പോയി മറഞ്ഞു. ജീവനിൽ പേടി വന്നാൽ പിന്നെ മദ്യത്തിൻ്റെ മത്തൊന്നും നിലനിൽക്കില്ല എന്ന കാര്യം ചിന്തിക്കാൻ പോലും അപ്പോൾ നാണുവിന് കഴിയുമായിരുന്നില്ല. ഏതായാലും ഇവരുടെ മുൻപിൽ സത്യം പറയുകയല്ലാതെ മറ്റു മാർഗമില്ല. സത്യം പറഞ്ഞാൽ പോലും ഇവർ തന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. അതിനർഹതയുള്ള പണിയല്ലല്ലോ താൻ ചെയ്തത്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി താണു വീണു പറഞ്ഞു നോക്കിയാൽ രക്ഷപ്പെട്ടേക്കാം. അവർക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ക്ഷമിച്ചു എങ്കിൽ ഭാഗ്യം. നാണു ആ കഥ പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം നാണു തന്നെ തറവാടിൻ്റെ സ്ഥലം വിറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്ന കാര്യം പരമേശ്വരൻ നമ്പൂതിരിയോട് പറഞ്ഞ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. അത് ഞാൻ പറയാൻ കാരണം തന്നെ തറവാടിൻ്റെ സ്ഥലം നിർബന്ധമായും വാങ്ങിക്കൊടുക്കണം എന്ന് തൻ്റെ മേൽ നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ടാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ആ നിർബന്ധത്തിൻ്റെ തീവ്രത കൂടിക്കൂടി വന്നു. അന്ന് ഞാൻ ആ നിർദ്ദേശം വെച്ചപ്പോൾ അവിടുന്ന് സമ്മതിച്ചില്ലല്ലോ. ഞാൻ ആ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇനി അല്പം കടുത്ത നടപടികൾ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നാണ്. അതും നീ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്നവർ പറഞ്ഞു. നിനക്കതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, അത് മുഴുവൻ ഞങ്ങൾ തരും എന്നാണ് അവർ അന്ന് പറഞ്ഞത്. സത്യം പറയാമല്ലോ, പണത്തിനു വേണ്ടിയല്ല ഞാനത് ചെയ്തത്. അവർ പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ അവർ എൻ്റെ കുടുംബം നാമാവശേഷമാക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചുപോയി. ഒരൊറ്റ എണ്ണത്തിനെയും അവശേഷിപ്പിക്കാതെ തീർത്തുകളയും എന്നാണ് അവർ പറഞ്ഞത്. പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവരാണ് എന്ന് എനിക്ക് പറഞ്ഞു കേട്ടറിവുണ്ട്. അപ്പോൾ എൻ്റെ ജീവൻ രക്ഷിക്കാൻ അപ്പോൾ എനിക്ക് തോന്നിയ ബുദ്ധിയാണ് അത്. എന്നിട്ടിപ്പോൾ നിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുടുംബത്തിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കും. കാരണം അവരെ ഞാൻ ഒരു കാരണവശാലും ഉപദ്രവിക്കില്ല. നിരപരാധികളെ ഉപദ്രവിക്കുന്ന രീതി എനിക്കുള്ളതല്ല. അതൊക്കെ നിങ്ങളുടേതാണ്, നിൻ്റെയും നിൻ്റെ പിന്നിലുള്ളവരുടെയും. നാണു വീണ്ടും പറഞ്ഞു തുടങ്ങി. 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവർ എന്നെ ഒരു രഹസ്യ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. അവിടെ നിന്നും എൻ്റെ കയ്യിൽ ഒരു സാധനം തന്നുവിട്ടു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് തറവാട്ടിലെ വീട്ടിനുള്ളിൽ വരെ കയറിപ്പോകാനും ഇറങ്ങി വരാനുമുള്ള സർവ്വ സ്വാതന്ത്ര്യമുള്ളവനല്ലേ. നീ ഒരു കാര്യം ചെയ്യൂ. ഇന്നത്തെ അവരുടെ ഭക്ഷണത്തിൽ ഈ സാധനം കലർത്തി അങ്ങ് നൽകിയേക്കണം. ആ ഒരു ഉപകാരം മാത്രം നീ ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞങ്ങൾ ഏറ്റിരിക്കുന്നു. അവർ ബോധം കെടുകയേ ഉള്ളൂ. അപ്പോൾ ഞാൻ തന്നുവിടുന്ന രേഖകളിൽ അവരുടെ വിരൽ പതിപ്പിച്ചേക്കണം. അവകാശികൾ 4 പേരാണ്.
അവരുടെ എല്ലാവരുടെയും വേണം. ആരെയും വിട്ടുപോകരുത്. വിട്ടുപോയാൽ നിന്നെയും ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞുവിടും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി ഈ വിവരം വേറെ ആരോടെങ്കിലും പറയുകയോ എവിടെയെങ്കിലും പരാതിപ്പെടുകയോ ചെയ്താലും നിനക്ക് രക്ഷയില്ല. പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്താലും നിന്റെ കുടുംബം അടുത്ത സൂര്യോദയം കാണുമെന്ന് വിചാരിക്കേണ്ട. തീർത്തു കളയും ഞങ്ങൾ നേരിട്ട് തന്നെ. ഇതായിരുന്നു അവരുടെ ഭീഷണി. ഉള്ളിലെ പേടിയും വീട്ടുകാരെ രക്ഷിക്കാനുള്ള ആഗ്രഹവുമായിരുന്നു പ്രധാനം. പിന്നെ അവർ തരുന്ന പണത്തോടുള്ള അത്യാഗ്രഹവും കൂടി ചേർന്നപ്പോൾ അവർ തന്ന പൊതി ഞാൻ വാങ്ങിക്കൊണ്ടു പോന്നു. അതിനുള്ളിൽ എന്താണെന്ന് പോലും ഞാൻ നോക്കിയില്ല. കൊല്ലുന്നില്ലല്ലോ, ബോധം കെടുകയല്ലേ ഉള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. അവർ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ തറവാട്ടിലെ ഭക്ഷണത്തിൽ ഞാനത് കലർത്തി. സത്യമാണ് ഞാൻ പറയുന്നത്. ബോധം കെട്ടു പോവുകയേ ഉള്ളൂ എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. നിങ്ങളുടെ ജീവന് അപകടം വരും എന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്യാതിരിക്കുമായിരുന്നു. പണത്തോടുള്ള അത്യാഗ്രഹം വന്നവൻ പിന്നെ ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ആ രേഖകളിൽ ഒപ്പിടുവിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തന്നെ നിനക്ക് മനസ്സിലാക്കാമായിരുന്നില്ലേ ഞങ്ങളുടെ കാര്യം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്തതെന്ന്? എന്നിട്ട് ബാക്കി കൂടെ പറ. നാണു വിറച്ച് ബാക്കി കൂടി പറയാൻ തുടങ്ങി. കഥ കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ എന്തുതന്നെയാണെങ്കിലും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക കൂടി ചെയ്താൽ വളരെ നല്ലത്. അടുത്ത പാർട്ട് 2 ദിവസത്തിന് ശേഷം പോസ്റ്റ് ചെയ്യും.